എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിഗ് ക്യൂ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു ലൈവ് ക്വിസ് ഇവൻ്റാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ ലൈവായി തന്നെ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഒരു ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുന്നു. ബിഗ് ക്യൂ, എക്സൽ മാസ്റ്റർ, വിദ്യാരംഗം എന്നീ യൂട്യൂബ് ചാനലുകളുടെ ആഭിമുഖ്യത്തിലാണ് മത്സരം നടത്തപ്പെടുന്നത്. ക്വിസിൽ ഒരു കാറ്റഗറി മാത്രം, എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ക്യാഷ് പ്രൈസ് ആണ് സമ്മാനം. ഫസ്റ്റ് പ്രൈസ് 150 രൂപ, സെക്കൻഡ് പ്രൈസ് 100 രൂപ, തേർഡ് പ്രൈസ് 50 രൂപ. ആഗസ്റ്റ് 7 ശനി വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മുടെ ക്വിസ് മത്സരം. എല്ലാ കൂട്ടുകാരും പങ്കെടുക്കാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് അവരോടും പറയുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഇറക്കാം. ചോദ്യം: ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം. ഓപ്ഷൻസ്: രണ്ടാം ലോകമഹായുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധം. ടൈമറുണ്ട്. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധം. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഈ യുദ്ധത്തിലാണ്. ചോദ്യം: ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ചത് എവിടെ? ഓപ്ഷൻസ്: വിയറ്റ്നാം, ഹിരോഷിമ, നാഗസാക്കി. ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ചത് എവിടെ? ഇപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഹിരോഷിമ. നിങ്ങളും എന്നോടൊപ്പം താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ചോദ്യം: ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് എന്ന്? ഓപ്ഷൻസ്: 1945 ആഗസ്റ്റ് 6, 1945 ആഗസ്റ്റ് 8, 1944 ആഗസ്റ്റ് 6. ഉത്തരം 1945 ആഗസ്റ്റ് 6, ഓപ്ഷൻ എ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം: ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്? ഓപ്ഷൻസ്: ലിറ്റിൽ ഗേൾ, മദർ ബോയ്, ലിറ്റിൽ ബോയ്. അണുബോംബ് തന്നെയാണ് നമ്മൾ ആറ്റം ബോംബ് എന്നൊക്കെ പറയുന്നതും. അപ്പോൾ ആ ബോംബിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ഉപയോഗിച്ചത് ലിറ്റിൽ ബോയ് അണുബോംബാണ്. ചോദ്യം: ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ? ഓപ്ഷൻസ്: പോൾ ടിബറ്റ്, വില്യം ബെൻസി, റുസോൾട്ട്. ഇപ്പോൾ പ്ലെയിനിലൊക്കെ പോയിട്ടാണ് നമ്മൾ ബോംബിടുക. അപ്പോൾ ആ ബോംബിട്ട വൈമാനികൻ, ആ പ്ലെയിൻ ഓടിച്ചിരുന്നത് ആര് എന്നൊക്കെ ഈ ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, പോൾ ടിബറ്റ്സ്. പോൾ ടിബറ്റ്സ്. ചോദ്യം: ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം? ഓപ്ഷൻസ്: ടിബറ്റൻ, ബെൻഫിക്ക, എനോലഗെ. എനോലഗെ. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, എനോലഗെ. എനോലഗയാണ് ബോംബിടാൻ ഉപയോഗിച്ച വിമാനം. ചോദ്യം: രണ്ടാമതായി അമേരിക്ക അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം? ഓപ്ഷൻസ്: ടിബറ്റൻ, നാഗസാക്കി, ടോക്കിയോ. ഹിരോഷിമയിൽ ഇട്ടതിന് ശേഷം മറ്റൊരു ദിവസം ഒരു ജപ്പാൻ നഗരത്തിൽ കൂടി അമേരിക്ക ബോംബിട്ടു. ഉത്തരമെന്ന് പറയുന്നത് നാഗസാക്കി. രണ്ടാമതായി അമേരിക്ക ബോംബിട്ടത് നാഗസാക്കിയിലാണ്. ചോദ്യം: നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ? നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ. ഓപ്ഷൻസ്: ചാൾസ് ഡാർവിൻ, ചാൾസ് സ്വീനി, തോമസ് സ്വീനി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ചാൾസ് സ്വീനി. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ചോദ്യം: നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര്? ഓപ്ഷൻസ്: ഫാറ്റ് മാൻ, ഫാറ്റ് ബോയ്, ലിറ്റിൽ ബോയ്.
നാഗസാക്കിയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്? ഫാറ്റ് മാൻ, ഫാറ്റ് ബോയ്, ലിറ്റിൽ ബോയ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫാറ്റ് മാൻ. ഓപ്ഷൻ എ ഫാറ്റ് മാൻ. ക്വസ്റ്റ്യൻ: നാഗസാക്കിയിൽ ബോംബാക്രമണം നടന്ന ദിവസം? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻസ്: 1945 ആഗസ്റ്റ് 15, 1946 ആഗസ്റ്റ് 9, 1945 ആഗസ്റ്റ് 9. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി 1945 ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ അമേരിക്ക ബോംബ് വർഷിച്ചത്. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അണുവായുധം പ്രയോഗിച്ചത്? ഓപ്ഷൻസ്: റോൾ ഹാർബർ, കിങ് ഹാർബർ, പേൾ ഹാർബർ. നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയം ആരംഭിച്ചു. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി പേൾ ഹാർബർ. പേൾ ഹാർബർ ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം ഉപയോഗിച്ചത്. ചോദ്യം: ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണ്? ഓപ്ഷൻസ്: ഇന്തോനേഷ്യ, ജപ്പാൻ, കൊറിയ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉത്തരമെന്ന് പറയുന്നത് ജപ്പാൻ. ജപ്പാനിലാണ് ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ജപ്പാനിൽ അണുബോംബിട്ട രാജ്യം? ഓപ്ഷൻസ്: ജർമ്മനി, അമേരിക്ക, കൊറിയ. ജർമ്മനി, അമേരിക്ക, കൊറിയ. ഇതും വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരമെന്ന് പറയുന്നത് അമേരിക്ക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് ഓപ്ഷൻ ബി. ചോദ്യം: അമേരിക്കയിലെ അണുബോംബ് നിർമ്മാണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻസ്: മാൻഹാട്ടൻ പദ്ധതി, ന്യൂക്ലിയർ അമേരിക്ക, ഹിരോഷിമ. അമേരിക്കയിലെ അണുബോംബ് നിർമ്മാണ പദ്ധതിയുടെ പേര്? അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ മാൻഹാട്ടൻ പദ്ധതിയാണ് അമേരിക്കയിലെ അണുബോംബ് നിർമ്മാണ പദ്ധതിയുടെ പേര്. ചോദ്യം: അണുബോംബ് ആക്രമണത്തെ അതിജീവിച്ച ജപ്പാൻകാരെ വിളിക്കുന്ന പേര്? ഓപ്ഷൻസ്: ഹിബാകുഷ, ഫിക്കി പിക്കി, ഹിരോഷിമ. അതിജീവിച്ച ജപ്പാൻകാരെ വിളിക്കുന്ന പേര്? ഉത്തരമെന്ന് പറയുന്നത് ഹിബാകുഷ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലിറ്റിൽ ബോയ് അണുബോംബിൻ്റെ ഭാരം എത്രയാണ്? ഭാരം. ഓപ്ഷൻസ്: 5400 കിലോഗ്രാം, 6400 കിലോഗ്രാം, 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് അണുബോംബിൻ്റെ ഭാരം? ഉത്തരമെന്ന് പറയുന്നത് 4400 കിലോഗ്രാം. 4400 കിലോഗ്രാം. അടുത്ത ചോദ്യം: ഫാറ്റ്മാൻ അണുബോംബിൻ്റെ ഭാരം എത്രയാണ്? ഫാറ്റ്മാൻ ഇട്ടത് നാഗസാക്കിയിലാണ്. ഓപ്ഷൻസ്: 5400 കിലോഗ്രാം, 4670 കിലോഗ്രാം, 4400 കിലോഗ്രാം. ഉത്തരമെന്ന് പറയുന്നത് 4670 കിലോഗ്രാം. ചോദ്യം: ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ മൂലകം? ഓപ്ഷൻസ്: യുറേനിയം 235, പ്ലൂട്ടോണിയം 235, പ്ലൂട്ടോണിയം 239. മൂലകം ഏതാണ് ചോദ്യം? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ യുറേനിയം 235 ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ മൂലകം. ചോദ്യം: ഫാറ്റ്മാൻ ബോംബിൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഓപ്ഷൻസ്: യുറേനിയം 235, പ്ലൂട്ടോണിയം 235, പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയം 239.
ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്ലൂട്ടോണിയം 239 ഫാറ്റിനായി അടങ്ങിയിരിക്കുന്ന മൂലകം. ചോദ്യം: രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം. ഓപ്ഷൻസ്: 1930, 1939, 1940. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1939 ആരംഭിച്ചത്. ചോദ്യം: ഹിരോഷിമയിലെ അണുബോംബ് വികരണം കാരണം അർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടി. ഓപ്ഷൻസ്: സഡാക്കോ സസാക്കി, തുഡാക്കോ സസാക്കി, സഡാക്കോ സസാക്കി. ഉത്തരമെന്ന് പറയുന്നത് സഡാക്കോ സസാക്കി. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം: ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ സമയം. ഓപ്ഷൻസ്: 11:02 AM, 8:15 AM, 1:02 AM. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി 8:15 AM രാവിലെയാണ് വീണത്. ചോദ്യം: നാഗസാക്കിയിൽ ആറ്റം ബോംബ് വീണ സമയം. ഓപ്ഷൻസ്: 11:02 AM, 1:02 AM, 8:15 AM. നാഗസാക്കിയിൽ 9-ാം തീയതിയാണ് വീണത്, ഓഗസ്റ്റ് 9. ഉത്തരം നമ്മുടെ ടൈമറോട് ആരംഭിച്ചു. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ 11:02 AM. 11:02 AM. ചോദ്യം: ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ ആരായിരുന്നു ജപ്പാൻ പ്രസിഡന്റ്? ഓപ്ഷൻസ്: ഹിബു, ഷിയാം, ടോജോ. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ ആരായിരുന്നു ജപ്പാൻ പ്രസിഡന്റ്? ഉത്തരം ടോജോ. ഉത്തരം ടോജോ. ഓപ്ഷൻ സി. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചോദ്യം: ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ഓപ്ഷൻസ്: പൊക്രാൻ, ഷിയാം, സിയാച്ചിൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാൻ. ചോദ്യം: പൊക്രാനിൽ ആദ്യ അണുപരീക്ഷണം നടന്ന വർഷം. ഓപ്ഷൻസ്: 1995, 1974, 1970. ആദ്യ അണുപരീക്ഷണം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1974. അടുത്ത ചോദ്യം: ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹോമി ജെ ബാബ. അടുത്ത ചോദ്യം: ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. കൂട്ടുകാർ ചോദ്യം തെറ്റിക്കരുത്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ സി രാജാ രാമണ്ണ. രാജ രാമണ്ണ. അടുത്ത ചോദ്യം: ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബ് തന്നെയാണ് അണുബോംബ്, അണുബോംബ് തന്നെയാണ് ആറ്റം ബോംബ്. ചോദ്യം: ആറ്റം ബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ. ചോദ്യം:
ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബിൽ ഏത് പ്രക്രിയയാണ് നടക്കുന്നത്? ഏത് പ്രക്രിയ? റിയാക്ഷൻ. ഓപ്ഷൻസ്: ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ പവർ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫിഷനും ഫ്യൂഷനും വെവ്വേറെയാണ്, കുട്ടികൾ തെറ്റിക്കരുത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ന്യൂക്ലിയർ ഫിഷൻ. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻസ്: എ, ടോജോ. ഓപ്ഷൻ ബി, ഓപ്പൺഹൈമർ. ഓപ്ഷൻ സി, സഡാക്കോ സസാക്കി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ടോജോ. ഹിരോഷിമയിൽ ബോംബിടുമ്പോൾ ജപ്പാൻ പ്രസിഡന്റ് ഇദ്ദേഹമായിരുന്നു. ചോദ്യം: ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ എ, ഹോമി ജെ ബാബ. ഓപ്ഷൻ ബി, ഓപ്പൺഹൈമർ. ഓപ്ഷൻ സി, ഹാരി എസ് ട്രൂമാൻ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഓപ്പൺഹൈമർ. ഇദ്ദേഹമാണ് ആറ്റം ബോംബിന്റെ പിതാവ്. ചോദ്യം: ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ എ, ഹാരി എസ് ട്രൂമാൻ. ഓപ്ഷൻ ബി, ഹോമി ജെ ബാബ. ഓപ്ഷൻ സി, ആൻ ഫ്രാങ്ക്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഹോമി ജെ ബാബ. ഇദ്ദേഹമാണ് ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവ്. ചോദ്യം: ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ എ, സഡാക്കോ സസാക്കി. ഓപ്ഷൻ ബി, ആൻ ഫ്രാങ്ക്. ഓപ്ഷൻ സി, ഷിയാൻ കൈസി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, സഡാക്കോ സസാക്കി. ഈ കുട്ടി അണുവികരണം ബാധിച്ച് ആണ് മരിച്ചത്. ചോദ്യം: ചിത്രത്തിൽ കാണുന്ന വ്യക്തി തിരിച്ചറിയുക. ഓപ്ഷൻ എ, മേരി സാൻഡർ. ഓപ്ഷൻ ബി, യെലേന സാക്കി. ഓപ്ഷൻ സി, ആൻ ഫ്രാങ്ക്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വളരെ പ്രസിദ്ധമാണ്. ചോദ്യം: ചിത്രം നോക്കി വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ എ, ഐൻസ്റ്റീൻ. ഓപ്ഷൻ ബി, ചാൾസ് സ്വീനി. ഓപ്ഷൻ സി, ഹാരി എസ് ട്രൂമാൻ. ഉത്തരമെന്ന് പറയുന്നത് ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ ബോംബിടാൻ പറഞ്ഞത് ഈ അമേരിക്കൻ പ്രസിഡന്റാണ്. ചോദ്യം: വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ എ, ചാൾസ് സ്വീനി, ഐൻസ്റ്റീൻ, തോമസ് എഡ്വേർഡ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ചാൾസ് സ്വീനി. നാഗസാക്കിയിൽ ബോംബിട്ടത് ഇദ്ദേഹമാണ്. ചോദ്യം: വ്യക്തിയെ തിരിച്ചറിയുക. വളരെ സുപരിചിതനാണ് നിങ്ങൾക്ക്. ഓപ്ഷൻ എ, ഹിറ്റ്ലർ. ഓപ്ഷൻ ബി, ഐൻസ്റ്റീൻ. ഓപ്ഷൻ സി, ജാക്ക് ഡോർസി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഐൻസ്റ്റീൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയേണ്ട വ്യക്തിയാണ്. ചോദ്യം: ചിത്രത്തിൽ കാണുന്ന വ്യക്തി തിരിച്ചറിയുക. ഓപ്ഷൻ എ, രാജാരാമണ്ണ. ഓപ്ഷൻ ബി, പോൾ ടിബറ്റ്സ്. ഓപ്ഷൻ സി, ഹിറ്റ്ലർ. ഇദ്ദേഹവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. ഉത്തരം ഓപ്ഷൻ സി, ഹിറ്റ്ലർ. ജർമ്മനിയുടെ വലിയൊരു നേതാവായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണം ഇദ്ദേഹമാണ്. ചോദ്യം: ചിത്രം നോക്കി വ്യക്തി തിരിച്ചറിയുക. ഓപ്ഷൻ എ, പോൾ ടിബറ്റ്സ്. രാജാരാമണ്ണ. രവി ശാസ്ത്രി.
ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി രാജാരാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഇദ്ദേഹമാണ്. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങളുടെ പേര് സഹിതം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.